ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല, തിരക്കുകളായിരുന്നു, ധ്യാനവുമായിരുന്നു. അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ വലിയ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് നമ്മളെ തന്നെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ദിവസമാണ് അല്ലേ? ഈ ഉണ്ണി ഈശോനെ ദേവാലയത്തിൽ സമർപ്പിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ ദൈവത്തിന് കാഴ്ചവെക്കാനും ദൈവത്തിന് സമർപ്പിക്കാൻ്റെ ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളെ ഓർത്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വലിയൊരു തെറ്റിനെ കുറിച്ച് ഈശോ ഇന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് വിശുദ്ധ ലിഖിതങ്ങൾ? എന്താ വിശുദ്ധ ലിഖിതം എന്ന് പറഞ്ഞാൽ? എന്താ? ദൈവവചനം. അപ്പോൾ ദൈവവചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും അറിയാത്തതാണ്. വചനം ശക്തിയാണ്. ആ വചനത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇന്ന് കുഞ്ഞു പൈതങ്ങളെ എല്ലാം ദൈവാലയത്തിൽ സമർപ്പിക്കണം കേട്ടോ. ഉണ്ണീശോനെ ദേവാലയത്തിൽ സമർപ്പിക്കുകയും ശിമയോൻ കണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് പ്രഘോഷിക്കുന്ന ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എല്ലാ മക്കളും ഈശോയുടേതായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെല്ലാം ദൈവ പൈതലായി ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള മക്കളായി വളരട്ടെ. അവരുടെ ബുദ്ധിയെയും അവരുടെ അറിവിനെയും എല്ലാം ദൈവം തൊട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.